ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പുഡിംഗ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലൊരു ടീസ്പൂൺ നെയ്യ് വയ്ക്കുക. അതിൽ ക്യാരറ്റ് നിറം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതുപോലെ നിറം മാറിയ ശേഷം ഒരു കപ്പ് പാല് ഒഴിക്കുക. നല്ലപോലെ ഇളക്കുക. ഈ പാല് നല്ലപോലെ കുറയുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് എടുക്കും ഈ പാല് ക്യാരറ്റിലോട്ട് പിടിക്കാനായിട്ട്. അത് പിടിച്ച ശേഷം നമുക്കിതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. പാലും ഏലക്കയും എല്ലാം കൂടെ നല്ലപോലെ ക്യാരറ്റിൽ യോജിപ്പിച്ച ശേഷം ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരും. അതാണ് അതിൻ്റെ പരുവം. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് നട്ട്സും റേസിൻസും എല്ലാം ആഡ് ചെയ്ത് കുറച്ചൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. എനിക്ക് പാലും എല്ലാം ആ പാനിൽ നിന്ന് വിട്ട് ക്യാരറ്റിലോട്ട് പിടിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പരുവം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് വെക്കാം. ഇതിൻ്റെ ചൂട് പോയ ശേഷം നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സോ ഒരു ബൗളോ എന്തെങ്കിലും മതി. സെർവ് ചെയ്യാനായിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അതെടുത്ത ശേഷം അടിയിൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയ ക്യാരറ്റ് വയ്ക്കുക. അതും സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കാം. ഇനി വാനില കസ്റ്റർഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് 1.5 കപ്പ് പാലെടുക്കുക. അത് ബോയിൽ ചെയ്യുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കസ്റ്റർഡ് ഉണ്ടാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്ത് 3 ടീസ്പൂൺ തണുത്ത പാലിലേക്ക് ആഡ് ചെയ്യുക. ഈ തിളയ്ക്കുന്ന പാലിലോട്ട് ആ കസ്റ്റർഡ് ആഡ് ചെയ്യുക. വാനിലയും കൂടെ 1 ടീസ്പൂൺ വാനിലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ആ ഗ്ലാസ് എടുത്ത് അതിന് ക്യാരറ്റിന് മുകളിലായിട്ട് ഈ കസ്റ്റേർഡ് ഒഴിക്കാം. വാനില കസ്റ്റേർഡ് ഒഴിച്ച ശേഷം നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് വയ്ക്കാം സെറ്റാവാൻ വേണ്ടി. ഇത് സെറ്റായ ശേഷം നമ്മളെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നട്ട്സും റേസിൻസും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യും. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.